ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എക്സാമിന് ഇനി ആകെ ഒരു ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതായാലും പഠിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോഴാണ് പിന്നെ കുറച്ച് ഡ്രസ്സ് എടുക്കലും അതുപോലെ തന്നെ ഒരു കസിൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം മിക്ക ദിവസവും പുറത്തു പോകലായതുകൊണ്ട് എനിക്ക് ഒന്നും കവർ ചെയ്യാനായിട്ട് മര്യാദയ്ക്ക് പറ്റിയിരുന്നില്ല കേട്ടോ. അപ്പം അത് കാരണം ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. പക്ഷേ എന്ത് പഠിക്കണമെന്നൊരു പിടിയില്ലാത്തൊരവസ്ഥ എന്ന് പറയില്ല. അപ്പം ഞാൻ എല്ലാ ബുക്കും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ബുക്കിൽ എഴുതി വയ്ക്കും. അപ്പം ഞാൻ അതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത് ആ ബുക്കൊക്കെ എടുത്ത് നോക്കായിരുന്നു. അപ്പം ഞാൻ എല്ലാം മിക്സ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാട്ടോ. കാരണം പഠിക്കൽ നടക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ രാവിലെയൊക്കെ ഇരുന്ന് ഒരു 3 മണിക്കൂർ രാവിലെ എന്തായാലും പഠിക്കലുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷവും ഒരു 3-4 മണിക്കൂറും പിന്നെ രാത്രി അങ്ങനെയൊക്കെ പഠിക്കാനൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനൊക്കെ ഞാൻ അങ്ങനെയാട്ടോ കുറേ നാളെങ്കിലും അങ്ങനെ റിവൈസ് ചെയ്ത് പോയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഓരോ സ്ഥലങ്ങളിൽ പോകൽ, ഓരോ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകൽ, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോകലുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം മര്യാദയ്ക്കൊന്നും പഠിക്കലുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളൊരു ഐറ്റം വെച്ച് തന്നെ നമ്മളൊരു 80% കവർ ചെയ്തിട്ടാണ് ഞാൻ പോവൽ. പക്ഷേ ഇപ്രാവശ്യം ഒരു 50% കവർ ചെയ്യാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ എക്സാമിന് ഇനി എന്തെഴുതുന്നു ഒരു പിടിയില്ല. അപ്പോൾ നാളെയാണ് എക്സാം. അപ്പോൾ ഇന്നും കൂടെ ഒരു പഠിക്കാനുള്ളൊരു ദിവസമുള്ളൂ. പക്ഷേ ഇന്നും നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിനും പോവാതിരിക്കാൻ ഏതായാലും പറ്റില്ല. അപ്പോൾ ഏതായാലും ഈ എക്സാം അത്ര കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഞാൻ. ഈ എക്സാമിന് അത്യാവശ്യം പോയിട്ട് കാര്യമില്ല എന്ന് തന്നെ പറയാം. ഇനി അടുത്ത മാസം ഒരു എക്സാം വരുന്നുണ്ട്. അതിനെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ച് ഒരു അത്യാവശ്യം ഒരു എല്ലാ സബ്ജക്റ്റൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് പോകണമെന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷൊന്നും ഞാൻ തൊട്ട് നോക്കിയിട്ട് പോലും ഇല്ല കേട്ടോ ഇപ്രാവശ്യം. പിന്നെ മാത്സ് കുറച്ചൊക്കെ ഈ അവസരം നോക്കിയിരുന്നെങ്കിലും നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയെന്ന് പറയില്ല, ഇരുന്ന് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാന്ന് പറയില്ല, അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ. അത് കാരണം കൊണ്ട് എനിക്കൊരു പിടിയില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ തന്നെ ഇരുന്ന് പഠിക്കുന്നതാട്ടോ. അപ്പോൾ അമ്മ നാളികേരം ചിരനം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ചെരുകി കൊടുത്തിട്ട് വരാം. അങ്ങനെ പുട്ടാട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടും കടലയാണ്, കടല ഞാൻ തന്നെ ഉണ്ടാക്കൽ. അപ്പോൾ അതുണ്ടാക്കാനായിട്ടൊന്ന് പോകണം. അതുപോലെ തന്നെ പിന്നെ കുറച്ച് അടിച്ചു വാരാൻ ഇതിനൊക്കെ പണികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇനി രാവിലെ കുറച്ച് നേരം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പണികളൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോകാനുണ്ട്, കുറച്ചും കൂടെ സാധനങ്ങളും മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഒന്ന്. അങ്ങനെ പുട്ടും കടലയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. കട്ടനും അമ്മ തിളപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ടും കടലയും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കട്ടൻ ചായയും കൂടെ കൂട്ടിയിട്ട് നല്ല ചൂട് പുട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഒരു പുറത്ത് പോകുമ്പോൾ ഒരു ബ്ലൗസ് പീസും കൂടെ എടുക്കണം. അപ്പോൾ സാരിയുടെ ബ്ലൗസ് ഒന്ന് കട്ട് ചെയ്യായിരുന്നു. ഇതിപ്പോൾ ഒരു ഗോൾഡൻ കളർ സാരി ആട്ടോ. അപ്പോൾ അത് കാരണം അതിനെത്ര മാച്ചായി തോന്നുന്നില്ല. അപ്പോൾ ഏതായാലും വേറൊരു ബ്ലൗസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കരഭാഗം ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞതാട്ടോ അത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അമ്മയും ഞാനൊക്കെ റെഡി ആയിരുന്ന സമയം കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ മാത്സ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം കോപ്പറേഷനൊക്കെ അത്യാവശ്യം കുറച്ച് നോക്കി, പിന്നെ അക്കൗണ്ടൻസി നോക്കിയിട്ടില്ല. അപ്പോൾ ഏതായാലും മാത്സ് കുറച്ച് നേരം നോക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള സബ്ജക്റ്റ് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എല്ലാ സബ്ജക്റ്റും കുറേശ്ശെങ്കിലും നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ അമ്മ വരുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അതൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞ് പിന്നെ കോപ്പറേഷനിൽ കുറച്ചും കൂടെ വർക്കിങ്ങിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ കേരാഫെഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിക്കലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ട്. കുറച്ച് കമ്മൽ മാത്രമേ നമ്മൾ മേടിച്ചിട്ടുള്ളൂ, വള ഇതൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ ഡ്രസ്സുമ്മ വർക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ബ്ലൗസുമ്മ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണമല്ലോ. നമ്മളങ്ങനെ പുറത്തൊന്നും കൊടുത്ത് അടുപ്പിക്കലൊന്നുമില്ല, ഒക്കെ വീട്ടിൽ തന്നെയാണ് എല്ലാവരും അടിക്കുന്നത്. ഇപ്പോൾ ബ്ലൗസായാലും അതുപോലെ തന്നെ ഫ്രോക്കായാലും എല്ലാതും. അപ്പോൾ അത് തന്നെ ബ്ലൗസ് തയ്ച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ എക്സാം കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഞാൻ തന്നെ അതിന് വർക്ക് ചെയ്യണം. അപ്പോൾ ഒരാൾ തയ്ക്കും, അതുപോലെ തന്നെ ഒരാൾ വർക്ക് ചെയ്യും. അപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഐറ്റംസൊക്കെ വേണം. അപ്പോൾ കടയിൽ ഞാൻ ഡിസൈനൊക്കെ 1-2 നോക്കി വെച്ചിട്ടുണ്ട്. അത്ര ഓവറായിട്ടുള്ളതല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ വർക്കുകൾ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ബീഡ്സൊക്കെ മേടിക്കണം. അതുപോലെ തന്നെ കുറച്ച് മണികളും ഗിൽറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ കടയിൽ പോകുമ്പോൾ അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ഇതുള്ളൂ. അപ്പോൾ അതൊക്കെ മേടിക്കാനും കൂടിയാണെന്ന് പോകുന്നത്. പിന്നെ അധികം ദിവസമില്ല. പിന്നെ ഈ ആഴ്ച കുറേ ഫംഗ്ഷനുകളൊക്കെ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോകൽ നടക്കില്ല. അപ്പോൾ ഏതായാലും ഇന്ന് തന്നെ പോവാമെന്ന് പറഞ്ഞിട്ടാണ്. ഇന്നെന്തായാലും പോകേണ്ടതുണ്ട് ആ വഴി. അപ്പോൾ പിന്നെ അതൊക്കെ മേടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അമ്മ റെഡി ആകുമ്പോഴേക്കും ഞാൻ കുറച്ചും കൂടെ ഒന്ന് കവർ ചെയ്യുന്നതാട്ടോ ഇത്. കോപ്പറേഷനിൽ അത്യാവശ്യം കുറച്ചൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബേസ് തന്നെ ചോദിക്കലുണ്ട്. ടെക്സ്റ്റിൽ നിന്ന് മാത്രമായിട്ട് മുഴുവനും ചോദിക്കലില്ല,
അത്യാവശ്യം പുറത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൈഡ് ടെക്സ്റ്റിലില്ലാത്ത കാര്യങ്ങളും നമ്മുടെ സബ്ജക്റ്റിനെ പറ്റി പഠിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് പഠിച്ച് സെറ്റാക്കണം. അങ്ങനെ ദേ നമ്മൾ പോകുന്ന വഴി അമ്മേരെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ടു. അപ്പോൾ അവിടെ ദേ ആമ്പലൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മളോടെയും അവിടെ നിന്ന് തന്നെ ഒരു ആമ്പൽ കൊണ്ടുവന്നതാണ്. പക്ഷെ അത് ഭയങ്കര പൂപ്പൽ നിറയുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് തന്നെ ഊണ് കഴിച്ചു. അതുപോലെ തന്നെ മട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഗോവയ്ക്ക് ഉപ്പേരിയും, പിന്നെ കോളിഫ്ലവറിൻ്റെ കറിയായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ നമ്മൾ കടയിൽ കയറി. അപ്പോൾ മാലകളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വളയും ഡ്രസ്സിന് മാച്ച് വള നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു പച്ച സാരി കേട്ടോ. അപ്പോൾ പച്ച കളറുള്ള വള ഞാൻ കുറേ നോക്കി. ഡാർക്ക് പച്ചയല്ല, എൻ്റെ ഒരു ലൈറ്റ് പച്ചയാണ്. അപ്പോൾ അത് നോക്കിയപ്പോൾ ഇതിനൊക്കെ പെയറിന് 60 രൂപ കണ്ടാണ് കേട്ടോ. 4-5 വളം കണ്ടുണ്ടാവുള്ളൂ. പിന്നെ കമ്മലൊക്കെ നോക്കിയപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കമ്മലാണ്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ റേറ്റ് കേട്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോകുന്നു. പിന്നെ വള മേടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ സെറ്റായിട്ടുള്ളത് അത്യാവശ്യം എല്ലാത്തിനും നല്ല റേറ്റാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ശരിക്കുള്ള കളറ്, ആ പച്ച. പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൈക്ക് അത്യാവശ്യം വലിപ്പമുണ്ട്. വണ്ണമില്ലെങ്കിലും എൻ്റെ കൈമ വള കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതൊക്കെ നോക്കി പിന്നെ ഒന്നും മേടിക്കാനൊന്നും നിന്നില്ല കേട്ടോ അധികമൊന്നും. പിന്നെ നമ്മൾ നേരെ മണികളൊക്കെ മേടിക്കാനായിട്ട് പോയി. പിന്നെ അതിന് ശേഷം അമ്മയ്ക്ക് ബ്ലൗസ് പീസ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഡിസൈനൊക്കെ ഉള്ളൊരു ബ്ലൗസ് പീസ് എടുക്കുക, പിന്നെ പ്ലെയിൻ എടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഞങ്ങൾ നോക്കിയെടുക്കാൻ കേട്ടോ. ബ്ലൂ തന്നെ വേണം. നമ്മൾ രാവിലെ ആ സാരി എടുത്തതിന് ബ്ലൂ ആണ് അതിലുള്ള പ്രിൻ്റഡ് വർക്ക്. അപ്പോൾ നമുക്ക് ബ്ലൂ ബ്ലൗസ് തന്നെ വേണം. പിന്നെ അത്യാവശ്യം കുറച്ച് ഡിസൈനൊക്കെ ഉള്ളത് നോക്കിയെടുക്കാമെന്ന് വിചാരിച്ച് ലാസ്റ്റ് അവിടെ നിന്ന് കാണുന്നത് തന്നെ എടുത്തു കേട്ടോ. 5ാമത് കാണുന്ന ആ ബ്ലൗസ് തന്നെ എടുത്തു. അങ്ങനെ നേരെ വീട്ടിലെത്തി. അങ്ങനെ വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരം ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. പഠിക്കലൊന്നും നടന്നിട്ടില്ല. ഇന്ന് ആകെ 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങാണ്ട് പഠിക്കൽ നടന്നിട്ടുള്ളൂ കേട്ടോ. എക്സാമിൻ്റെ തലേന്നാണ്. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് നേരം ഒന്ന് പോയി വന്ന് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാട്ടോ ഇരുന്ന് പഠിക്കുന്നത്. ജനറൽ കോർപ്പറേഷൻ തന്നെയാണ് നോക്കുന്നത്. ഈ അവസാന ഭാഗത്ത് ടെക്സ്റ്റിൽ തന്നെ അത്യാവശ്യം കുറേ ഇയേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, നമ്മൾ പഠിക്കാത്ത ദിവസമായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കുറേ പ്രാവശ്യം പഠിച്ച് റിവൈസ് ചെയ്ത് വീണ്ടും പഠിച്ച് അങ്ങനെയാണ് ഞാനിത് തലയിൽ കയറ്റുന്നത്. കാരണം ഈ അവസാനം കാണുന്ന ഒരു 10-12 ഐറ്റംസ് ഉണ്ട്. അതിനൊക്കെ ഓരോ വർഷങ്ങളുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിപ്പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് പഠിച്ചെടുക്കണം. ചിലതെന്ന് വെച്ചാൽ സെയിം ഇയേഴ്സ് വരുന്ന സംഭവമുണ്ട് ജനറൽ കോർപ്പറേഷനിലും അതുപോലെ തന്നെ നമ്മുടെ വർക്കിങ്ങിലും. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സമയമില്ല. ഇന്ന് പഠിച്ച് കഴിയുമെന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ രാത്രിയെങ്കിലും കുറച്ച് നേരം ഇന്ന് പഠിക്കണം എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിലൊന്ന് പോകണം. അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും പോകണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നായിരുന്നു. ഇന്നൊന്നും പഠിക്കൽ നടന്നില്ല കേട്ടോ. അപ്പോൾ രാത്രിയെങ്കിലും കുറച്ച് നേരം ഇരുന്ന് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ ഇങ്ങനെ റിവൈസ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല സുഖമാട്ടോ. അത്യാവശ്യം പുറത്ത് ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റ് വരും കേട്ടോ. കാറ്റൊക്കെ ഫാൻ ഇടുന്നതിനേക്കാളും എനിക്കിങ്ങനെ പുറത്തെ പ്രകൃതി എന്നുള്ള കാറ്റുകളൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം. അതാണ് ഞാൻ പകലൊക്കെ മിക്കത് ഞാൻ നമ്മുടെ ഇറയത്തൊക്കെ ഇരുന്ന് പഠിക്കുകയുള്ളൂ. കാരണം അവിടെ ഇഷ്ടം പോലെ മരങ്ങളാട്ടോ. അപ്പോൾ നല്ല കാറ്റും അതുപോലെ തന്നെ കിളികളും എല്ലാതും ഇങ്ങനെ കിടന്ന് ഒച്ചെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല രസമാണ് അവിടെ ഇരുന്ന് പഠിക്കാനായിട്ട്. ഞാനിപ്പോൾ രാത്രിയായാലും ആദ്യമൊക്കെ ഞാൻ പുറത്ത് തന്നെ ഇരുന്ന് പഠിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ ഭയങ്കര കൊതുകൊക്കെ കാരണം ഞാനിപ്പോൾ അകത്ത് ഇരുന്ന് പഠിക്കലാക്കി. പണ്ട് +1 +2 ആ സമയത്തൊക്കെ ഞാൻ ഇറയത്ത് തന്നെ ഇരുന്ന് കേട്ടോ. ഒരു 10 മണി വരെയൊക്കെ ഇറയത്തിരുന്ന് പഠിക്കും. JDCക്ക് പഠിക്കുമ്പോഴായാലും അതെ, ഞാൻ അവിടെ തന്നെയായിട്ട് ഇരുന്ന് പഠിച്ചിരുന്നത്. അങ്ങനത്തെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മതി ഒരു മാതളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ഡാർക്ക് കളറായിരുന്നു കേട്ടോ. ഇപ്പോഴായി പിന്നെ സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ഡാർക്ക് കളറിലാണ് നമുക്ക് കിട്ടൽ. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഓർമ്മ വന്നത് നാളേക്ക് വേണ്ടിയിട്ട് പുതിയ പേനൊന്നും മേടിച്ചിട്ടില്ല. ഉള്ള പേന തന്നെ ഉള്ളൂ. അപ്പോൾ അത് 2-3 ഒന്ന് തപ്പിയെടുത്ത് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. ഒരു ലെക്സി ഉണ്ടായിരുന്നതാണ്. പിന്നെ ഞാനത് തപ്പി നോക്കിയിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല. അതിൻ്റെ പൊടി പോലും ഇല്ലയെന്ന് അറിയില്ലേ. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച ബീഡ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഡ്രസ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ മേടിച്ചതാണ്. അത്യാവശ്യം കുറച്ചേ മേടിച്ചുള്ളൂ ഞങ്ങൾ. അത്യാവശ്യം കുറച്ച് അധികം ഉണ്ട്. ഓരോ ഐറ്റംസും കുറച്ചുണ്ട്. പിന്നെ വീട്ടിലും കുറച്ചുണ്ട് നമ്മൾ ആദ്യം വർക്ക് ചെയ്തതിൻ്റെയൊക്കെ. ഇതൊക്കെ ഗോൾഡൻ കളറാട്ടോ. ഇത് നമുക്ക് ഒട്ടിച്ച് വെക്കുന്ന ടൈപ്പാണ് കേട്ടോ. നമ്മൾ നൂലുകൊണ്ട് തുന്നേണ്ട ആവശ്യമില്ല. ഒരു പശ ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ച് വെക്കാം. ഇത് ഗോൾഡൻ മണിയാണ് കേട്ടോ. അത്യാവശ്യം കുറേ കിട്ടി. ഇതൊക്കെ ഒരു പാക്കറ്റിന് 20 രൂപ ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. ഇതിങ്ങനെ ഒരു ലൂസായിട്ട് നമുക്ക് തരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പൈസയ്ക്ക് നമുക്ക് മേടിക്കാം. പിന്നെ ഞാനൊരു സിൽവർ കളറായിട്ടുള്ളവരാണ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത്
ഇത് ഗോൾഡൻ കളർ. ഇതിൻ്റെ തന്നെ സിൽവറും മേടിച്ചിട്ടുണ്ട്. ഇത് ഗോൾഡൻ ആണ്, കുറച്ച് നീട്ടത്തിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ബ്ലൗസിനൊക്കെ വെക്കാൻ പറ്റുന്നൊക്കെയാണ്, അടിയിലൊക്കെ നമുക്ക് വെക്കാം. ഇതതിൻ്റെ സിൽവറാണ്. സിൽവർ എന്ന് വെച്ചാൽ എൻ്റെ ബ്ലൗസ് കുറച്ച് ഗോൾഡൻ ആയിട്ടുള്ള കളറാണ്. അപ്പം ഞാൻ കുറച്ച് സിൽവറിൻ്റെ കുറച്ച് മേടിക്കാമെന്ന് വിചാരിച്ചു. സിൽവർ മേടിച്ചു. പിന്നെ അവിടെ നോക്കിയപ്പോഴാട്ടോ 2 പാദസരം കണ്ടത്, മണിമണിയായിട്ടുള്ള പാദസരവും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാദസരവും കണ്ടു. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ പാദസരം ഇല്ല, അപ്പോൾ കുറേ നാളായി മേടിച്ചിട്ട്, ചെറുപ്പത്തിലൊക്കെ ഇട്ടതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇത് ഒരെണ്ണം കേട്ടോ. ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ തന്നെ ഇതിപ്പോൾ അത്ര റേറ്റ് ഒന്നുമില്ല, ഒരു 100 രൂപ 120 രൂപ റേഞ്ചൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ മേടിച്ചതാണ്. പിന്നെ കണ്ടോ ഇതുപോലെ മണിയായിട്ടുള്ളത്. ഇതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് കിടക്കും. മറ്റേത് കുറച്ചൊരു വടി പോലത്തെ ടൈപ്പാണ്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നമ്മൾ ചെറിയ റേറ്റിന് മേടിച്ചാൽ അപ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഇത് രണ്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മേടിച്ചു. ഇനി കുറച്ച് വളകളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. വളകൾ നമ്മളിവിടെ തന്നെ ചെറിയ സ്റ്റോറുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മാല മേടിക്കണം എന്നുണ്ട്. പിന്നെ മാലയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. പിന്നെ ഒരു സൈഡേ ഉള്ളൂ, അത് കാരണം എനിക്ക് മേടിക്കാൻ അത്ര ഇഷ്ടമല്ല. അപ്പോഴേക്കും എന്ത് ചെയ്യാം, അമ്മ ചായ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും ഒന്ന് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ കറണ്ട് എന്നെ ചതിച്ചത്. അങ്ങനെ ലാസ്റ്റ് എമർജൻസിയാണെങ്കിൽ കത്തിച്ചിട്ട് കത്തുന്നില്ല. സമയം ഇപ്പോൾ എത്ര മണിയായിന്നറിയോ? 12:46 അങ്ങനെ 12:46 ഞാൻ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ദിവസമായിരുന്നു. പക്ഷേ സാധനങ്ങളൊക്കെ കാണിച്ചെന്നെല്ലാം വന്നപ്പോൾ ഈ നേരമായി. പിന്നെ ഞാൻ മെഴുകുതിരി കത്തിച്ച് വയ്ക്കേണ്ട അവസ്ഥ വന്നു, കാരണം വീട്ടിൽ എമർജൻസി കത്തുന്നില്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ നമ്മളെ ബൾബ് ഉണ്ടായിരുന്നു, പക്ഷെ അതും കത്തിച്ച് നോക്കിയിട്ട് കത്തുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം മെഴുകുതിരിയുടെ വെട്ടത്തിലേക്ക് ഇരുന്ന് പഠിക്കാനൊക്കെ വിചാരിച്ചു. പക്ഷേ എന്താണെന്നറിയില്ല, പ്രാണികളും കൊതുക്കളും ഒക്കെ കൂടെ എൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ ആ പഠിപ്പും നടന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.